ഹലോ എവ്രി വൺ, ന്യൂസിലൻഡ് ആണോ നിങ്ങൾ ചൂസ് ചെയ്ത സ്റ്റഡി ഡെസ്റ്റിനേഷൻ? എങ്കിൽ ഉറപ്പായും നിങ്ങൾ കണ്ടിരിക്കേണ്ട മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ ടീം തറവാടി. നിങ്ങൾക്കറിയാവുന്ന പോലെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ എബ്രോഡ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിപ്പോൾ. നമ്മുടെ സ്റ്റുഡൻസിലൊരു ഭൂരിഭാഗം ആൾക്കാരും പുതിയ കൺട്രീസുകൾ ഓപ്റ്റ് ചെയ്യണത് അവിടെ തന്നെ നമുക്ക് സെറ്റിൽ ആവാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അവിടുത്തെ ഏതെങ്കിലും ഒരു നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. നോർമലി രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരെയാണ് നമുക്ക് ഈ എബ്രോഡ് സ്റ്റഡിയിൽ കാണാൻ പറ്റുന്നത്. ഒരു വിഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി റിസർച്ച് നടത്തി ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ച് ആലോചിച്ച് ഏത് കൺട്രി ചൂസ് ചെയ്യണം, അവിടെ നമ്മൾ ചൂസ് ചെയ്താൽ എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, എന്തൊക്കെ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്, പാർട്ട് ടൈം കിട്ടാൻ എളുപ്പമാണോ, കോഴ്സിനെ പറ്റിയെല്ലാം തറവായിട്ട് പഠിച്ച് എനിക്ക് ഈ കോഴ്സ് മതി, ഇന്ന കൺട്രി മതി എന്ന് ഡിസൈഡ് ചെയ്തിട്ട് കുറച്ച് വരുന്ന ആളുകളാണ് ഒരു കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സും നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റും എല്ലാം കൊണ്ടുപോയി നാട്ടിലെ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ ചെന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം അവർക്ക് കൊടുത്ത്, അപ്പോൾ അവർ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെയും എഡ്യൂക്കേഷൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൽ അവർ കുറച്ച് കോഴ്സുകൾ നമുക്ക് സെലക്ട് ചെയ്ത് തരും. നമ്മളത് നോക്കും, കുറച്ച് യൂണിവേഴ്സിറ്റികൾ തരും. അപ്പോൾ അവർ പറയും ഇന്ന യൂണിവേഴ്സിറ്റിയാണ് നല്ലത്, ഇന്ന കോളേജാണ് നല്ലത്, ഇന്ന കൺട്രി പോയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്, അങ്ങനെ ഒരു ലിസ്റ്റ് തന്ന് ആ ലിസ്റ്റിൻ്റെ പുറത്ത് നമ്മൾ ഒരു കൺട്രി ചൂസ് ചെയ്യുന്നു, ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ കാറ്റഗറിയിൽ വന്ന ആൾക്കാരാണ് ഞങ്ങൾ. സോ അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഓഫ് സ്റ്റഡിയും കോഴ്സും ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ചെയ്യേണ്ട കുറച്ച് ഹോംവർക്കുകളുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കണ്ടിന്യൂറ്റി ഓഫ് ദി പ്രോഗ്രാം. കണ്ടിന്യൂറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇപ്പം നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്യാനാണ് എബ്രോഡിൽ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബാച്ചിലർ ഓഫ് ഡിഗ്രി ഏതിലാണെന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവണം. അതിനെ അലൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോഴ്സായിരിക്കണം മാസ്റ്റേഴ്സിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കൊമേഴ്സ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളാണെങ്കിൽ അയാൾ ചൂസ് ചെയ്യണത് എക്കണോമിക്സ് റിലേറ്റഡോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റിലേറ്റഡോ അതും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് അങ്ങനെ കൈൻഡ് ഓഫ് ഏതെങ്കിലും ഒരു ഇതിലായിരിക്കണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ വിസ അപ്രൂവലിന് വളരെ പ്രാധാന്യമുള്ളൊരു പോയിൻ്റാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നാട്ടിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ ഒരാൾ ഇവിടെ ചൂസ് ചെയ്യുന്ന കോഴ്സ് ഏതെങ്കിലും മെഡിക്കലോ അല്ലെങ്കിൽ MSc നഴ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് വിസ റിജക്ഷൻ വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അല്ല നമുക്ക് ഡീവിയേഷൻ വേണം, ബാച്ചിലർ ഡിഗ്രിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണ് എനിക്ക് മാസ്റ്റേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഓക്കെ ആയിട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടാനും നമുക്ക് കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കാനുള്ള ചാൻസും ഉണ്ട്. രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിൻ്റെ സ്റ്റേറ്റസ്. ഫോർ എക്സാമ്പിൾ, ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് ഒരു ഡെസിഗ്നേറ്റഡ് യൂണിവേഴ്സിറ്റി ആണോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. ന്യൂസിലൻഡിലുള്ള ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസും കോളേജസും ഡെസിഗ്നേറ്റഡ് ലെവൽ ആയിരിക്കണം. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു സേഫർ സൈഡിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ഗവൺമെൻറ് അവൈലബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് അടിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ കോളേജിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതെപ്പോഴും നമ്മുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു അക്രഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവണം എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റ് സ്റ്റഡീനെയും അതുപോലെ നമ്മുടെ ക്വാളിഫിക്കേഷനെയൊക്കെ അത് വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തായാലും നാട്ടിൽ നിന്ന് ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് ഒരു യൂണിവേഴ്സിറ്റിയും സെലക്ട് ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇതൊരു ഡെസിഗ്നേറ്റഡ് യൂണിവേഴ്സിറ്റി ആണ് അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് കോളേജ് ആണ്, ഇവിടുത്തെ ന്യൂസിലൻഡ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്, ഇവിടുന്ന് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അവർക്ക് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ കോഴ്സ് ആ യൂണിവേഴ്സിറ്റിയിലോ ആ കോളേജിലോ ചൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അടുത്തതായി നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൽ ഏതൊക്കെ പേപ്പേഴ്സാണ് ഉള്ളത്.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു മാസ്റ്റേഴ്സ് ഓഫ് പ്രൊഫഷണൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓരോ സെമസ്റ്ററിലും ആ ഒരു കോഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന പേപ്പേഴ്സ് ഏതൊക്കെയാണ്, അതിൽ ഏതൊക്കെ സ്പെഷ്യലൈസേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാ പേപ്പേഴ്സും മേജർ ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പേഴ്സ് നമുക്ക് എലക്റ്റീവ് ആയിട്ടുണ്ടോ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളിപ്പോൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മുടെ ഈ കോഴ്സിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെയോ കോളേജസിൻ്റെയോ ഒക്കെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ അതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ പേപ്പേഴ്സും അവർ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഈ പേപ്പേഴ്സ് ഏതൊക്കെയാണ്, ഇപ്പോൾ നമുക്കൊരു കോഴ്സ് ഇൻട്രസ്റ്റ് തോന്നി, അതിനുള്ളിൽ അടങ്ങുന്ന പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ അതെപ്പോഴും ഒരു അഡ്വാൻറ്റേജാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവും നമ്മുടെ ഒരു വിൽ പവറും ഒക്കെ നമുക്കാണ് അറിയാൻ പറ്റുന്നത്, മറ്റാരേക്കാളും കൂടുതൽ. അപ്പോൾ അതിൽ കുറച്ച് നമുക്ക് ചില ആളുകൾക്ക് ചില സബ്ജക്റ്റുകൾ പാടായിരിക്കാം, അല്ലെങ്കിൽ ചില സബ്ജക്റ്റുകൾ ഒട്ടും താല്പര്യമില്ലാത്തതായിരിക്കാം. അപ്പോൾ ആ പേപ്പേഴ്സൊക്കെ ആ കോഴ്സിലുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതെപ്പോഴും നമുക്കൊരു മൈനസ് മാർക്കായിരിക്കും വൺസ് നമ്മൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ പേപ്പേഴ്സിനെ പറ്റിയുള്ള ഒരു അവയർനെസ് എപ്പോഴും ഉണ്ടാവാം. അതുപോലെ ഈ കോഴ്സ് ചെയ്യുന്ന ഇപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക, അവരുടെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു ഹോംവർക്കാണ്. കാരണം പുറത്തേക്ക് പോകുന്ന ആൾക്കാരൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പുറത്ത് പോയാൽ അധികമൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് നമുക്ക് ആരോടെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ചോദിച്ച് പാസ്സാവാം, എഴുതാം, എക്സാംസ് ഓപ്പൺ ബുക്കാണ്. പക്ഷെ അതൊക്കെ ചില കോഴ്സുകൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു നല്ല മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ എടുക്കുവാണെങ്കിൽ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാനുണ്ടാവും, പഠിക്കാനുണ്ടാവും, കുറേ പ്രൊജക്റ്റും റീസർച്ചും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്കത് ഒരു കഴിവ് വേണ്ട ഏരിയാസാണ്. അപ്പോൾ ഈ പേപ്പേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ അവെയർ ആവുകയാണെങ്കിൽ അത് നിങ്ങളെ ഹെൽപ്ഫുള്ളായിരിക്കും ഈ കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യാൻ. So before choosing a course, you should ensure about all the papers are available under that particular course. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട അടുത്തൊരു പോയിന്റ് ആണ് ക്ലാസ് ടൈമിംഗ് ആൻഡ് അവൈലബിലിറ്റി. അതെന്താ ഉദ്ദേശിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്തു, ഈ കോഴ്സിൻ്റെ പേപ്പേഴ്സിൻ്റെ ഒക്കെ ടൈമിങ്ങും ഇതിൻ്റെ ഒരു അവൈലബിലിറ്റിയും അത് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് പേഴ്സണലായിട്ട് നമ്മൾ മെയിൽ അയക്കുവാണേലോ അല്ലെങ്കിൽ കറൻ്റ്ലി ആ കോഴ്സ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിനോട് ചോദിച്ചാണെങ്കിലും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിലെ പോലെ മൺഡേ ടു ഫ്രൈഡേ 10 മണി തുടങ്ങി 5 മണി വരെ അങ്ങനെ ഒരു കൾച്ചറല്ല നമ്മൾ എബ്രോഡ് സ്റ്റഡിക്ക് വരുമ്പോൾ. ഇവിടെ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ആണ്. ചില കോഴ്സുകൾക്ക് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ഉണ്ടാവാം, ചിലപ്പോൾ ഒരു 4 hours ആണ് ഒരു ഡേ ഉണ്ടാവത്തുള്ളൂ. ചില കോഴ്സുകൾക്ക് വീക്ക്ലി 3 days ആണ് ക്ലാസ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഡിപ്പെൻഡ് ഓൺ കോഴ്സ് അനുസരിച്ച് ഈ ടൈമിങ് ഡിഫറെൻ്റ് ആവും. അപ്പോൾ ഈ ടൈമിങ്ങും ഈ ക്ലാസ്സിൻ്റെ അവൈലബിലിറ്റി മനസ്സിലാക്കിയാലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പാർട്ട് ടൈം പോകാനായിട്ടുള്ള ഒരു ഫിക്സഡ് ടൈമിംഗ്, അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ഇന്ന ദിവസങ്ങളിൽ നമുക്ക് പാർട്ട് ടൈം പോകാൻ പറ്റും എന്ന് നമുക്കൊന്ന് റെഡി ആകാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു സ്റ്റുഡൻറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ന്യൂസിലൻഡിൽ വീക്കിലി 20 hours ആണ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് ആഴ്ചയിൽ 3 ദിവസമാണ് ക്ലാസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി 2 ദിവസം നമുക്ക് പാർട്ട് ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. 2-3 ദിവസം നമുക്ക് പാർട്ട് ടൈം ചെയ്യാനായിട്ട് നോക്കാം. ഒരു ദിവസം നമുക്ക് അസൈൻമെൻറ്റ്സും പ്രൊജക്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. അല്ല, വീക്കിലി എല്ലാ ദിവസവും ക്ലാസ് ഉള്ളൊരു സ്റ്റുഡൻറ്റ് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് അതിനുശേഷം പാർട്ട് ടൈമും ചെയ്ത് അസൈൻമെൻറ്റ്സും വർക്കൗട്ടും ഒക്കെ ചെയ്യാനായിട്ട് ടൈം ഉണ്ടാവണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഈ കോഴ്സിൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ അവൈലബിലിറ്റി നമ്മൾ എൻഷുർ ചെയ്യുവാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പാർട്ട് ടൈം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. നിങ്ങൾ പാർട്ട് ടൈം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പഠിത്തത്തിൻ്റെ ഒപ്പം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് ഈ പറഞ്ഞ ക്ലാസ്സിൻ്റെ ടൈമിംഗ്. ഫൈനലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് ഗ്രീൻ ലിസ്റ്റ് ജോബ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട 4 പോയിന്റിനേക്കാളും കുറച്ചും കൂടി വെയിറ്റേജ് കൂടുതലാണ് ഈ ഒരു പോയിന്റിന്. കാരണം ന്യൂസിലൻഡ് ഗവൺമെൻറ്റിൻ്റെ ഗ്രീൻ ലിസ്റ്റ് റോൾസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഓരോ കോഴ്സും പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജോബ് ടൈറ്റിലുകളുണ്ട്. ആ ടൈറ്റിലുകൾ ചിലപ്പോൾ ഗ്രീൻ ലിസ്റ്റിൻ്റെ അണ്ടറിൽ വന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങുന്ന കോഴ്സ് ഈ ഗ്രീൻ ലിസ്റ്റിൻ്റെ അണ്ടറിലുള്ള ടൈറ്റിലോട് കൂടിയൊരു ജോലിയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ PR-നുള്ള പാത്വേ കുറച്ചും കൂടി ഈസി ആയിരിക്കും.
അപ്പം നമ്മൾ വൺസ് ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ PR പാത്വേ എളുപ്പമാക്കാൻ പാകത്തിനുള്ള ഒരു കോഴ്സാണോ ഇതെന്ന് കൂടി നമ്മൾ എൻഷുർ ചെയ്യണം. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഗ്രീൻ ലിസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള ഇമിഗ്രേഷൻ്റെ സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിലൊന്ന് കയറി നോക്കി നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സും ആ കോഴ്സ് നമുക്ക് റിലേറ്റ് ചെയ്യുന്ന ജോബ് ടൈറ്റിലും കൂടി നമ്മുടെ ഗ്രീൻ ലിസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കയറി വരാം. പിന്നെ ഇതിൽ കൺസിഡർ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രീൻ ലിസ്റ്റ് ന്യൂസിലൻഡ് ഗവൺമെൻറ്റിന് എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് ചിലപ്പോൾ അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു ടൈറ്റിൽ ഗ്രീൻ ലിസ്റ്റിലുണ്ടെങ്കിലും ചിലപ്പോൾ 1 ഇയറോ 2 ഇയേഴ്സോ കഴിയുമ്പോൾ അത് ഗ്രീൻ ലിസ്റ്റിൽ നിന്ന് മാറാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതൊരു ഡിപ്പെൻഡ് ഓൺ ആണ്. പക്ഷെ മോസ്റ്റ്ലി ചില ഫിക്സഡ് പ്രൊഫഷൻസ് ഒന്നും അതിൽ നിന്ന് ഒരിക്കലും മാറാറില്ല. ഫോർ എക്സാമ്പിൾ ദ മെഡിക്കൽ പ്രൊഫഷൻ അങ്ങനെ ഇന്ന് പെട്ടെന്ന് മാറിപ്പോവാറില്ല. അപ്പോൾ എപ്പോഴും ആ ഗ്രീൻ ലിസ്റ്റിൻ്റെ കാറ്റഗറി അല്ലെങ്കിൽ ഗ്രീൻ ലിസ്റ്റ് റോൾസ് എന്ന് പറയണത് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണത് നിങ്ങളുടെ കോഴ്സ് സെലക്ഷൻ ആക്യുറേറ്റ് ആക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഈ 5 കാര്യങ്ങളൊക്കെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഈ ഒരു 5 കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തത് നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ്. കാരണം ഞാനിവിടെ മാസ്റ്റേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുത്ത് വന്നതാണ്. ഒരുപാട് റിസർച്ച് ഒന്നും ചെയ്യാണ്ട് ഇതുപോലെ സെക്കൻഡ് കാറ്റഗറിയിൽ പെട്ട ആളെ പോലെ വന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് റീതിങ്ക് ചെയ്തായിരുന്നു. എനിക്കൊരു വേറെ കോഴ്സ് കുറച്ചും കൂടി എടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ നല്ലതായേനെ എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നായിരുന്നു. അതുപോലെ തന്നെ ഞാനിവിടെ വന്നതിൽ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞായിരുന്നു ഒരു പർട്ടിക്കുലർ ഈ ഒരു കോഴ്സിന് പകരം വേറൊരു കോഴ്സ് എടുത്തായിരുന്നെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു, അപ്പോൾ അതിൽ മാസ്റ്റേഴ്സ് എടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ഉണ്ടായേനെ, അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് പറഞ്ഞു. സെയിം ടൈം ഒരാൾ എന്നോട് പറഞ്ഞതാണ് ഇങ്ങനൊരു കോഴ്സ് യൂണിവേഴ്സിറ്റി ഓഫ് വൈക്കാട്ടോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ആ ടൈമിൽ ഞാൻ അവെയർ ആയിരുന്നില്ല. അങ്ങനെ അവെയർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ കോഴ്സ് എടുത്തേനെ. സോ നമ്മുടെ ഒരു നോളജിൻ്റെ കുറവും നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യണേക്കാളും മുമ്പ് നന്നായിട്ട് ഹോംവർക്ക് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു കരിയറിന് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവാനും നിങ്ങളെടുത്ത ഡിസിഷൻസ് കുറച്ചും കൂടി സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാൻ പാകത്തിന് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 5 കാര്യങ്ങൾ പറഞ്ഞതിന് കൂടാണ്ട് ഒരു ചെറിയ ബോണസ് ടിപ്പും കൂടി തരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഡയറക്റ്റ്ലി യൂണിവേഴ്സിറ്റിയിലും കോളേജസിലും അഡ്മിഷൻ്റെ പ്രൊസീജിയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സെക്കൻഡ് കാറ്റഗറിയിലുള്ള ആൾക്കാർ എപ്പോഴും ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷനെല്ലാം മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള എമിഗ്രേഷൻ ഏജൻസിനെയോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിനെയോ കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് ഫേക്ക് ഏജൻസീസും ഒരുപാട് കള്ളത്തരം ചെയ്യുന്ന ആൾക്കാരും ഉള്ള സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കണം ഒരു നല്ല ഏജൻസി ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്കിഷ്ടംപോലെ സമയമുണ്ട്. നമ്മുടെ കരിയറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, നമ്മുടെ ഫ്യൂച്ചറാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ഏജൻസീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് 1 2 ഏജൻസിയിൽ 2 3 ഏജൻസിയിൽ പോയി ഈ സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് അതിനെപ്പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ആക്കിയതിന് ശേഷം മാത്രം ഏജൻസി ഫൈനലൈസ് ചെയ്യുക. അപ്പോൾ അതും നിങ്ങൾക്ക് എപ്പോഴും ഒരു നല്ലതായിരിക്കും. നിങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ട് ഈ ഏജൻസിയുടെ മേലെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഫൈനലി നമ്മൾ സെർച്ച് ചെയ്തതിന് ശേഷം ഫൈനലി നമുക്ക് ഇതുപോലെ 100% കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത് കിട്ടണ വരെ നമ്മൾ ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഫൈനലി നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം നമ്മുടെ ഫയലും നമ്മുടെ പേപ്പർ വർക്കുകളൊക്കെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ തിങ്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി ഇനിയും ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, സ്റ്റേ ട്യൂൺ.